നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. ഗൃഹാതുര സ്മരണകൾ ഉണർത്തി വീണ്ടും ഒരു തിരുവോണം. പുത്തൂർ പഞ്ചായത്തിലെ രണ്ടുപേരുടെ ജീവൻ രക്ഷിക്കുവാൻ സ്വകാര്യ ബസ്സുകൾ നടത്തിയ കാരുണ്യയാത്രയിൽ സ്വരൂപിച്ച പണം മന്ത്രി കെ രാജുവിനെ കൈമാറി. മലയാളികളും കേരളവും ഓണം ആഘോഷിക്കുമ്പോൾ വിരിപ്പാക സ്പിന്നിംഗ് മിൽ തൊഴിലാളികൾ പട്ടിണിയിൽ തന്നെ. CPM അഖിലേന്ത്യാ സെക്രട്ടറിയായിരുന്ന സീതാറാം യെച്ചൂരിയുടെ അനുസ്മരണ യോഗം EMS സ്ക്വയറിൽ നടന്നു. വിശദമായ വാർത്തകളിലേക്ക്. ഗൃഹാതുര സ്മരണകളുമായി കേരളത്തിൽ ആഘോഷിക്കുന്ന ഏറ്റവും വലിയ ഉത്സവമാണ് തിരുവോണം. ചിങ്ങമാസത്തിലെ അത്തം മുതൽ തുടങ്ങുന്ന ഓണം തിരുവോണ നാളിൽ ഏറെ പ്രാധാന്യത്തോടെ ആഘോഷിക്കുന്നു. മാവേലിയുടെ പാതാളത്തിൽ നിന്നുള്ള വരവ് ഉൾപ്പെടെ നിരവധി ഐതിഹ്യങ്ങൾ ഓണത്തെക്കുറിച്ചുണ്ട്. നന്മയും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞൊരു ഭൂതകാലത്തിന്റെ ഓർമ്മകളാണ് ഓണത്തെ സംബന്ധിച്ച് ഐതിഹ്യങ്ങളിൽ പ്രധാനം. കള്ളമില്ല, ചതിയുമില്ല, എള്ളോളമില്ല പൊളിവചനമെന്ന ജീവിതാവസ്ഥയും മനുഷ്യരെല്ലാവരും ഒന്നായിരിക്കുന്ന സാമൂഹ്യ വ്യവസ്ഥയായിരുന്നു ഓണത്തിന്റെ ഭൂതകാലം. അതുകൊണ്ട് തന്നെ അത്തരമൊരു കാലത്തിന്റെ തിരിച്ചുവരവിനെ ആഗ്രഹിക്കുന്ന മനുഷ്യരുടെ ആഘോഷം കൂടിയാണ് ഓണം. തിരുവോണം പടിവാതിലിലെത്തിയതോടെ ഒരുക്കങ്ങൾക്കായി നാടും നഗരവും ഉത്രാടപ്പാച്ചിലായി. ഓണക്കൂടിയും പൂക്കളവും സദ്യവട്ടവുമെല്ലാം ഒരാഴ്ച മുമ്പേ തുടങ്ങിയവയ്ക്കെല്ലാം അവസാന മിനുക്കുപണിയിലായി എല്ലാവരും. വസ്ത്രവിൽപ്പന ശാലകളിലെല്ലാം തിരക്കോട് തിരക്കാണ്. ഓണത്തിന് പ്രിയം കസവ് വസ്ത്രങ്ങളാണെങ്കിലും ന്യൂജൻ ഫാഷനുകളോടാണ് യുവജനങ്ങൾക്ക് ഇഷ്ടം. വിവിധ സംഘടനകളുടെ വക പച്ചക്കറി കിറ്റുകളുടെ സൗജന്യ വിതരണമുണ്ടെങ്കിലും പച്ചക്കറി വിൽപ്പനശാലകളിൽ വലിയ തിരക്കാണ്. സഹകരണ സംഘങ്ങളുടെ വക പച്ചക്കറി വിൽപ്പനശാലകളിൽ പൊതുവിപണിയേക്കാൾ വില കുറവാണ്. ഇക്കൊല്ലം ഓണവിപണി വലിയ വിലക്കയറ്റമില്ലാതെ കടന്നുപോയി എന്ന് പറയാം. പുത്തൂർ പഞ്ചായത്തിലെ രണ്ടുപേരുടെ ജീവൻ തിരികെ പിടിക്കുവാൻ സ്വകാര്യ ബസ്സുകൾ നടത്തിയ കാരുണ്യയാത്രയിലൂടെ സമാഹരിച്ച തുക മന്ത്രി കെ രാജുവിന് കൈമാറി. മാന്നാമംഗലം സെന്ററിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ PS സജിത്, പഞ്ചായത്ത് അംഗം ഷാജി വാരപ്പെട്ടിയിൽ, തിലകൻ തേറമ്പിൽ, ബസ് ഓണേഴ്സ് പ്രതിനിധി റെജി, ബസ് ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. 23ഓളം സ്വകാര്യ ബസ്സുകളുടെ കാരുണ്യയാത്രയിലൂടെ സമാഹരിച്ച 8,50,994 രൂപയാണ് ഇരു കുടുംബങ്ങൾക്കും വീതിച്ചു നൽകിയത്. നമ്മൾ യഥാർത്ഥ മനുഷ്യന്മാരാണ്. ജാതിമത രാഷ്ട്രീയ വർണ്ണവർഗ ലിംഗവ്യത്യാസമില്ലാതെ നമ്മൾ മനുഷ്യരായി മാറുന്ന വളരെ അപൂർവമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാവുക ഇത്തരം ചില ദുരന്ത ഘട്ടത്തിലാണ്. ദക്ഷിണും സുധിയും, ഒരു 2ാം ക്ലാസ്സുകാരനും ഒരു 26 വയസ്സുകാരനും, ഒരു 7 വയസ്സുകാരനും 26 വയസ്സുകാരനും ജീവിതത്തെ തിരികെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾക്കിടയിൽ ഒരു നാട് മുഴുവൻ അവരുടെ കൂട്ടത്തിലുണ്ടാവുക. ദക്ഷിണത്തവണ അധ്യയന വർഷം ആരംഭിച്ചപ്പോൾ സ്കൂളിൽ വന്നു 5-6 ദിവസക്കാലം. അപ്പോൾ തന്നെ നമ്മുടെ HMന്റെ നേതൃത്വത്തിൽ സ്കൂളിലെ കുട്ടികളൊക്കെ അവരുടെ മനസ്സ് മുമ്പ് നൽകിയിട്ടുള്ള സേവനങ്ങൾ കൊണ്ട് 1 ലക്ഷം രൂപ ദക്ഷിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സഹായമായി പ്രഖ്യാപിച്ചു. പിന്നീട് ഇപ്പോ കാരുണ്യ യാത്ര എന്ന പേരിൽ ഒരു യാത്ര സംഘടിപ്പിക്കുക മാത്രമല്ല, മിനി ഇവിടെ പറഞ്ഞതുപോലെ, തിലകൻ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ, ഒരു ചായപ്പണമോ ഒരു നോട്ടീസിന്റെ പണമോ ഇതിൽ നിന്ന് ചെലവാകരുത് എന്ന് നിർബന്ധം പിടിച്ച് അതെല്ലാവരുടെ കയ്യിൽ നിന്ന് സമാഹരിച്ച് ഓടിക്കിട്ടുന്ന പൈസയോടൊപ്പം പിരിച്ചുണ്ടാക്കുന്ന പൈസ കൂടി കൂട്ടി. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് മാനാമംഗലം, കൊല്ലൂർ, തൃശ്ശൂർ റൂട്ടിൽ അതിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ. വിരുപ്പാക്കയിലെ തൃശൂർ സഹകരണ സ്പിന്നിംഗ് മിൽ അടച്ചുപൂട്ടിയിട്ട് 20 മാസം പിന്നിടുമ്പോൾ തൊഴിലാളികളും കുടുംബാംഗങ്ങളുമാണ് സർവ്വ മേഖലകളിലും ഓണാഘോഷങ്ങൾ വർണ്ണാഭമാക്കുമ്പോൾ പട്ടിണി കയത്തിലാകുന്നത്.
തിരുവോണ ദിനത്തിൽ പട്ടിണി സമരം നടത്താനൊരുങ്ങുകയാണ് സംയുക്ത ട്രേഡ് യൂണിയൻ. കമ്പനിയുടെ നടത്തിപ്പിനായി സർക്കാർ പാസാക്കിയ 4 കോടിയോളം രൂപ ഇതുവരെയായിട്ടും അനുവദിച്ചിട്ടില്ല. കൂടാതെ കേന്ദ്ര സർക്കാരിന്റെ NCDC ലോൺ ഇനത്തിൽ മില്ലിന് ലഭിച്ച 30 കോടി രൂപയിൽ ധനവിനിയോഗത്തിന്റെ അപാകതയിൽ പല ജോലികളും പൂർത്തീകരിക്കാത്ത നിലയിലാണ്. ഇതിനാൽ കോടികളുടെ മിഷൻ പാർട്സുകളാണ് ഗോഡൌണിൽ പാക്കിംഗ് പൊട്ടിക്കാതെ തുരുമ്പെടുത്ത് നശിക്കുന്നത്. ഇതിലെ അഴിമതി പുറത്തു കൊണ്ടുവരണമെന്ന യൂണിയനുകളുടെ ആവശ്യവും ശക്തമാണ്. 35 വർഷത്തോളം പണിയെടുത്ത തൊഴിലാളികൾക്ക് സ്വന്തം അക്കൗണ്ടിലെ പ്രൊവിഡന്റ് ഫണ്ടിൽ നിന്ന് ലോൺ എടുക്കുവാനോ ഓൺലൈൻ വഴി അപേക്ഷ നൽകുവാനോ പറ്റാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. റിട്ടയർഡ് ചെയ്ത ജീവനക്കാർക്ക് ഗ്രാറ്റുവിറ്റി ഇനത്തിൽ 2000 രൂപ നൽകുവാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചതായും അതിനായി 18 മുൻപ് അപേക്ഷകൾ അയക്കണമെന്ന സമാശ്വാസമുണ്ടെങ്കിലും കിട്ടിയാലേ കിട്ടിയെന്ന് പറയാനാകൂ. മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നുള്ള കൊടും അനാസ്ഥയാണ് ഇതിന്റെ പിന്നാമ്പുറത്തുള്ളത്. തൊഴിലാളികളെ ദുരിതത്തിലാക്കുന്ന ഈ പ്രവണതയ്ക്കെതിരെയും കമ്പനി ഉടൻ തുറന്നു പ്രവർത്തിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സംയുക്ത ട്രേഡ് യൂണിയൻ ഓണദിനത്തിൽ പട്ടിണി സമരത്തിന് മുതിരുന്നത്. അടച്ചുപൂട്ടിയ മിൽ ഇപ്പോൾ വാനരന്മാരുടെ താവളമായി മാറിയപ്പോൾ പരിസരവാസികൾക്കും ഏറെ ദുരിതമാകുകയാണ്. പുത്തൂർ കനറ ബാങ്കിന് സമീപം ഇതൾ ഫാൻസി ആൻഡ് കോസ്മെറ്റിക്സ് എന്ന സ്ഥാപനം പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കുറഞ്ഞ ചെലവിൽ ഹെയർ എക്സ്റ്റൻഷൻ ചെയ്യുന്ന കേരളത്തിലെ ഏക സ്ഥാപനം ചുള്ളിക്കാട്ടിൽ ബിൽഡിംഗിൽ രാവിലെ 9 മുതൽ വൈകിട്ട് 9 വരെ പ്രവർത്തിക്കുന്നു. ലേഡീസ് ഫാൻസ് ഐറ്റംസ്, സ്പ്രേകൾ, പ്രസന്റേഷൻ ഐറ്റംസ് എന്നിവയുടെ വൻ ശേഖരം തന്നെ ഒരുക്കിയിരിക്കുന്നു. ഫോൺ 9037432962. അന്തരിച്ച CPM ദേശീയ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയെ അനുസ്മരിച്ചുകൊണ്ട് സർവകക്ഷി അനുശോചന യോഗം തൃശൂരിൽ നടന്നു. MA റോഡിലെ EM സ്ക്വയറിൽ CPM സംസ്ഥാന കമ്മിറ്റി അംഗം MK കണ്ണന്റെ അധ്യക്ഷതയിൽ ചേർന്ന അനുശോചന യോഗത്തിൽ ജില്ലാ സെക്രട്ടറി MM വർഗീസ്, റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ, വിവിധ കക്ഷി നേതാക്കളായ അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ, അഡ്വക്കേറ്റ് VS സുനിൽകുമാർ, രവികുമാർ ഉപ്പത്ത്, ജോസ് വള്ളൂർ, KK വത്സരാജ്, അഡ്വക്കേറ്റ് CT ജോഫി, CA റഷീദ്, PK ഷാജൻ, UP ജോസഫ്, K രവീന്ദ്രൻ, യൂജിൻ മെറോലി, ഉണ്ണികൃഷ്ണൻ ഈച്ചരത്ത് തുടങ്ങിയവർ യെച്ചൂരിയെ അനുസ്മരിച്ചു. CMS സ്കൂൾ പരിസരത്ത് നിന്ന് മൗനജാഥയായിട്ടാണ് പ്രവർത്തകർ അനുസ്മരണ വേദിയിലെത്തിയത്. സീതാറാം യെച്ചൂരി കാലം കാത്തുവെച്ച ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവായി. നേരത്തെ സംസാരിച്ച സഖാവ് വർഗീസേട്ടൻ വിദ്യാർത്ഥി കാലം മുതൽ CPIM-ന്റെ അഖിലേന്ത്യാ കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന ഈ കാലം വരെ സഖാവ് സീതാറാം യെച്ചൂരി കടന്നുപോയ വഴികളെക്കുറിച്ച് നിങ്ങളോട് സൂചിപ്പിച്ചു. ജീവിതത്തിൽ ആദ്യാവസാനം കനലരിയുന്ന കമ്മ്യൂണിസ്റ്റ് ചിന്തയെ മനസ്സിലും ഹൃദയത്തിലും കൊണ്ടു നടന്നയാളാണ് സഖാവ് യെച്ചൂരി. മാർക്സിയൻ സിദ്ധാന്തത്തെയും തത്വശാസ്ത്രത്തെയും പ്രത്യയശാസ്ത്രത്തിൻ്റെ കരുത്തിനെയും ഏറ്റവും ആഴത്തിൽ പഠിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതോടൊപ്പം ഇന്ത്യയുടെ പുതിയ സാഹചര്യത്തിൽ ഏറ്റവും പ്രായോഗിക തലത്തിൽ അതെങ്ങനെ നടപ്പിലാക്കും എന്നുള്ളതിനെക്കുറിച്ച് കൃത്യതയോടുകൂടിയുള്ള ചിന്തകൾ പൊതുസമൂഹത്തിനകത്തും പാർട്ടിക്കകത്തും പങ്കുവച്ച സമാനതകളില്ലാത്ത ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ്. എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ ഉന്നത പശ്ചാത്തലമുള്ള ആ നിലയിൽ വലിയ ഒരു സാമൂഹ്യ പശ്ചാത്തലം യെച്ചൂരിക്ക് ഉണ്ടായിരുന്നു എങ്കിലും നിസ്വവർഗത്തോടൊപ്പം നിൽക്കാനാണ് അദ്ദേഹം തയ്യാറായത്. തൻ്റെ നന്നേ ചെറുപ്പകാലം മുതൽ തന്നെ പുരോഗമന ആശയങ്ങളാൽ, വിപ്ലവ ആശയങ്ങളാൽ ആകർഷിക്കപ്പെടുകയും തുടർന്ന് ഒരു കമ്മ്യൂണിസ്റ്റ് പോരാളിയായി സ്വയം മാറുന്നതിനുമാണ് അദ്ദേഹം തയ്യാറായത്. സമർപ്പിതമായ ജീവിതമായിരുന്നു സഖാവ് സീതാറാം യെച്ചൂരിയുടേത് എന്ന് ഇതിൽ
എതിരാളികൾ പോലും, രാഷ്ട്രീയ എതിരാളികൾ പോലും അംഗീകരിക്കുന്ന ഒരു വസ്തുതയാണ്. വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ നിർമ്മാണത്തിലിരിക്കുന്ന പുതിയ കെട്ടിടങ്ങളിൽ ഫയർ ഫൈറ്റിംഗ് സംവിധാനത്തിന് 70 ലക്ഷം രൂപ അനുവദിച്ചു. വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയുടെ സമഗ്ര വികസനം ഉന്നയിച്ചുകൊണ്ട് നിയമസഭയിൽ CVR ചിറ്റിലപ്പള്ളി MLA അവതരിപ്പിച്ച സബ്മിഷനെ ആരോഗ്യ വകുപ്പ് മന്ത്രി നൽകിയ മറുപടിയുടെ പശ്ചാത്തലത്തിൽ വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി MLAയുടെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു. വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ നിർമ്മാണത്തിലിരിക്കുന്ന പുതിയ കെട്ടിടങ്ങളുടെ സംരക്ഷണത്തിനായി ഫയർ ആൻഡ് സേഫ്റ്റി സംവിധാനം ഏർപ്പെടുത്തുന്നതിനായി 70 ലക്ഷം രൂപ അനുവദിച്ചതായി ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രി വടക്കാഞ്ചേരി MLAയുടെ സബ്മിഷനുള്ള മറുപടിയായി സഭയിൽ അറിയിച്ചിരുന്നു. കാഷ്വാലിറ്റി എക്സ്പാൻഷൻ ബ്ലോക്കും ലക്ഷ്യ ബ്ലോക്കും OP ബ്ലോക്കും ഉൾപ്പെടെ 45,000 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ നിർമ്മാണം പൂർത്തിയാക്കുന്ന കെട്ടിടങ്ങളിൽ ഫയർ ഫൈറ്റിംഗ് സംവിധാനങ്ങൾക്കായി അനുവദിച്ച 70 ലക്ഷം രൂപയുടെ പദ്ധതിയുടെ DPR തയ്യാറാക്കുന്നതിനും നിർവഹണത്തിനും ഹിന്ദുസ്ഥാൻ ലൈഫ് കെയർ ലിമിറ്റഡിന്റെ ചുമതലപ്പെടുത്തി. ലേബർ റൂം ലക്ഷ്യ നിലവാരത്തിലേക്ക് ഉയർത്തുന്ന 2,29 ലക്ഷം രൂപയുടെ പ്രവൃത്തി 80% പൂർത്തിയായി. ഫ്ലോറിംഗ്, ലേബർ റൂം, ഓപ്പറേഷൻ തിയേറ്റർ എന്നിവയുടെ അവസാനഘട്ട പ്രവർത്തനങ്ങൾ മാത്രമാണ് പൂർത്തിയാക്കാനുള്ളത്. ലക്ഷ്യ ബ്ലോക്കിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുന്നതിന് 30 ലക്ഷം രൂപ കൂടി അനുവദിക്കണമെന്ന് പ്രത്യേകം ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകി. OP ബിൽഡിംഗ് ട്രാൻസ്ഫർമേഷനായുള്ള 1,52 ലക്ഷം രൂപയുടെ പ്രവൃത്തി 80% പണികൾ പൂർത്തിയായി. OP ബിൽഡിംഗിൽ മാസ്റ്റർ പ്ലാൻ പ്രകാരം ഒരു നില കൂടി നിർമ്മിക്കേണ്ടതിനാൽ CVR ചിറ്റിലപ്പള്ളി MLAയുടെ 2023-24 വർഷത്തെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 92 ലക്ഷം രൂപ വകയിരുത്തി നിർമ്മിക്കുന്ന 2ാം നിലയുടെ പ്രവൃത്തി ടെൻഡർ നടപടികളിലാണ്. ശുചീകരണ തൊഴിലാളികൾക്ക് ഓണം ആനുകൂല്യം നിഷേധിച്ചതിൽ പ്രതിഷേധ ധർണ. തൃശൂർ കോർപ്പറേഷനിൽ വർഷങ്ങളായി ജോലി ചെയ്തു വരുന്ന താൽക്കാലിക ശുചീകരണ തൊഴിലാളികൾക്ക് സർക്കാർ ഉത്തരവ് പ്രകാരം അനുവദിച്ച ഓണം അഡ്വാൻസ് ഈ വർഷം നിഷേധിക്കുന്ന സമീപനമാണ് കോർപ്പറേഷൻ അധികാരികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. കഴിഞ്ഞ വർഷങ്ങളിൽ നൽകി വന്നിരുന്ന ആനുകൂല്യമാണ് ഇത്തരത്തിൽ നിഷേധിക്കപ്പെട്ടത്. സമൂഹത്തിന്റെ താഴെത്തട്ടിലുള്ള കുടുംബങ്ങളിൽ നിന്നുമുള്ളവരാണ് ഈ തൊഴിലാളികൾ. 2002 മുതൽ തൃശൂർ കോർപ്പറേഷനിൽ താൽക്കാലിക വ്യവസ്ഥയിൽ ജോലി ചെയ്തു വരുന്നവരാണ് ഇവരിൽ പലരും. ഓണത്തോടനുബന്ധിച്ച് ലഭിക്കേണ്ട ആനുകൂല്യം, അതും തിരിച്ചടയ്ക്കേണ്ടതായിട്ടുള്ള അഡ്വാൻസ് നിഷേധിച്ചത് അത്യന്തം പ്രതിഷേധകരമാണ്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് അവധി ദിനം ആയിട്ടും തൃശൂർ കോർപ്പറേഷൻ ഓഫീസിന് മുൻപിൽ നടന്ന പ്രതിഷേധ സമര പരിപാടി CITU ജില്ലാ സെക്രട്ടറി സഖാവ് T. സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പ്രസിഡന്റ് സഖാവ് PA പുരുഷോത്തമൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി സഖാവ് ജോസഫ് മാളിയേക്കൽ സ്വാഗതം പറഞ്ഞു. CITU ജില്ലാ ജനറൽ സെക്രട്ടറി സഖാവ് UP ജോസഫ് സമരപന്തൽ സന്ദർശിച്ച് പിന്തുണ അറിയിച്ചു. കേന്ദ്ര കമ്മിറ്റി അംഗവും തൃശൂർ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ PK ഷാജൻ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സഖാവ് വർഗീസ് കണ്ടംകുളത്തി തുടങ്ങിയവർ പന്തലിലെത്തി മേയറുമായി സംസാരിച്ച് പരിഹാരം കാണുവാൻ ശ്രമിക്കുമെന്ന് ഉറപ്പു നൽകി. അതിന്റെ അടിസ്ഥാനത്തിൽ സമരം താൽക്കാലികമായി നിർത്തിവെച്ചു. ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിലിന്റെ ബാംഗ്ലൂർ അഗ്രികൾച്ചറൽ ടെക്നോളജി ആപ്ലിക്കേഷൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കിസാൻ സമൃദ്ധി അവാർഡ് ഡോക്ടർ PB പുഷ്പലതയ്ക്ക്. കോഴിക്കോട് കേന്ദ്ര സുഗന്ധവിള ഗവേഷണ കേന്ദ്രത്തിൽ നടന്ന കൃഷി വിജ്ഞാന കേന്ദ്രങ്ങളുടെ സോണൽ സമ്മേളനത്തിൽ കാർഷിക ഗവേഷണ കൗൺസിൽ അഡീഷണൽ ഡയറക്ടർ ജനറൽ ഡോക്ടർ രാജൻഷി റോയ് ബർമൻ അവാർഡ് സമ്മാനിച്ചു. അഗ്രികൾച്ചറൽ ടെക്നോളജി ആപ്ലിക്കേഷൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഡോക്ടർ V. വെങ്കിട സുബ്രഹ്മണ്യൻ, ബാംഗ്ലൂർ കാർഷിക ഗവേഷണ കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ SN സുശീൽ, കോഴിക്കോട് കേന്ദ്ര സുഗന്ധവിള ഗവേഷണ കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ R. ദിനേശ്, KAU വിജ്ഞാന വ്യാപന വിഭാഗം ഡയറക്ടർ ഡോക്ടർ ജേക്കബ് ജോൺ, കോഴിക്കോട് കൃഷി വിജ്ഞാന കേന്ദ്രം മേധാവി ഡോക്ടർ P. രാധാകൃഷ്ണൻ തുടങ്ങിയവർ അവാർഡ് ദാന ചടങ്ങിൽ സംബന്ധിച്ചു. കേരള കാർഷിക സർവകലാശാലയുടെ മുൻ രജിസ്ട്രാർ, ഡയറക്ടർ ഓഫ് എക്സ്റ്റൻഷൻ, വിവിധ ഗവേഷണ കേന്ദ്രങ്ങളുടെ മേധാവി എന്നീ നിലകളിൽ പ്രവർത്തിച്ച ഡോക്ടർ പുഷ്പലത കൃഷി ശാസ്ത്രത്തിൽ 250-ലധികം ഗവേഷണ പ്രബന്ധങ്ങളും 15ഓളം പുസ്തകങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മികച്ച ശാസ്ത്ര പ്രബന്ധത്തിനുള്ള യുവ ശാസ്ത്ര പുരസ്കാരവും നൂതനങ്ങളായ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്ക് രൂപം നൽകിയിട്ടുള്ള ബെസ്റ്റ് പ്രൊഡക്റ്റ് അവാർഡും നേടിയ പുഷ്പലത അവണിശ്ശേരി മാടമ്പി നന്ദകുമാറിന്റെ ഭാര്യയും പരേതനായ പള്ളിക്കാട്ടുവളപ്പിൽ ബാലകൃഷ്ണന്റെ മകളുമാണ്. ഡോക്ടർ സൗമ്യ നന്ദൻ, ഡോക്ടർ നീതു നന്ദൻ തുടങ്ങിയവർ മക്കളാണ്. ഞാൻ ഡോക്ടർ PB പുഷ്പലത, കേരള കാർഷിക സർവകലാശാലയിൽ നിന്നും 30 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിച്ച്
ഇപ്പോൾ പീച്ചി അഗ്രി ഇൻഡസ്ട്രിയൽ പാർക്കിൻ്റെ ചീഫ് ടെക്നിക്കൽ ഓഫീസറായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഈ കിസാൻ സമൃദ്ധി അവാർഡ് ലഭിച്ചത് കാർഷിക മേഖലയിൽ കർഷകർ നേരിടുന്ന സുപ്രധാന പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിന് വേണ്ട ചില പാക്കേജുകൾ നടപ്പിലാക്കിയതിനാണ്. കർഷകർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് വിപണി ലഭിക്കുന്നില്ല എന്നതാണ്. അപ്പോൾ അതിനുള്ളൊരു പരിഹാരം എന്നത് അവ ഉറവിടങ്ങളിൽ തന്നെ സംഭരിക്കുകയും സൂക്ഷിക്കുകയും സംസ്കരിക്കുകയും ചെയ്യുക, ഉൽപ്പന്ന വൈവിധ്യവൽക്കരണം നടത്തുക, അവ വിപണിയിലെത്തിക്കുക എന്നതാണ്. അത്തരം പ്രവർത്തനങ്ങൾ അനവധി സ്ത്രീ കൂട്ടായ്മകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സംസ്കരണശാലകൾ തുറന്നുകൊണ്ട് പ്രവർത്തിക്കുകയും അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് മതിയായ വില ലഭിക്കുന്നതിന് വേണ്ടി വിപണി കണ്ടെത്തുകയും ചെയ്യുന്നു എന്നതാണ്. ഇതിനെ മാനിച്ചുകൊണ്ടാണ് കിസാൻ സമൃദ്ധി അവാർഡ് സമ്മാനിച്ചത്. സ്ത്രീ കൂട്ടായ്മകളെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ സംസ്കരണശാലകളുടെ ഏറ്റവും വലിയ പ്രത്യേകത, കർഷകർ അവരുടെ ഉൽപ്പന്നങ്ങൾ ഇവിടെ കൊണ്ടുവന്നാൽ, അതായത് സ്ഥലത്ത് കൊണ്ടുവന്നാൽ ഉൽപ്പന്നങ്ങളാക്കി തിരിച്ചു കൊണ്ടുപോകുന്നതിനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ട്. ഇതിനെല്ലാം പുറമെ നൂതനമായി ആരംഭിക്കുന്ന സംരംഭങ്ങൾക്ക്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും വലിയ പ്രശ്നം വൈദഗ്ധ്യമുള്ള തൊഴിലാളികളുടെ അഭാവമാണ്. അതുകൊണ്ട് തന്നെ പരിശീലനം ലഭിച്ച ഒരു തൊഴിൽ സേന തന്നെ സജ്ജമാക്കിയിട്ടുണ്ട്. ഇവർ ആ യൂണിറ്റുകളിൽ മാസങ്ങളോളം ജോലി ചെയ്ത്, അവിടുത്തെ തൊഴിലാളികളുടെ കൂടെ ജോലി ചെയ്ത് ഓരോ ഉൽപ്പന്നവും ഉണ്ടാക്കുന്നതിനുള്ള വൈദഗ്ധ്യം പകർന്നു നൽകുന്നു എന്നുള്ളതാണ് ആ തൊഴിൽ സേനയുടെ മറ്റൊരു ലക്ഷ്യം. അതുകൊണ്ട് സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുകളും വിപണി ലഭിക്കാത്ത ബുദ്ധിമുട്ടുകളും നല്ലൊരു അളവ് പരിഹരിക്കുന്നതിന് സാധിക്കുന്നുണ്ട്. ഇനിയൊരു ഇടവേള. സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം, 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ്, ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. ISO സർട്ടിഫൈഡ് ലബോറട്ടറി. മെഡിപ്ലസ്, ഓർത്തോ, ENT ആൻഡ് ചെസ്റ്റ് ക്ലിനിക്, മണ്ണുത്തി. അസ്ഥി, വാദം സംബന്ധ എല്ലാ രോഗങ്ങൾക്കും ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ അമലു ജോയ് ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ 5:30 മുതൽ സേവനമനുഷ്ഠിക്കുന്നു. ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അരുൺ ചെവി, മൂക്ക്, തൊണ്ട സംബന്ധമായ രോഗങ്ങൾക്ക് ബുധൻ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 5:30 മുതൽ രോഗികളെ പരിശോധിക്കുന്നു. വിട്ടുമാറാത്ത ചുമ, കഫക്കെട്ട്, ആസ്മ, അലർജി എന്നീ ശ്വാസകോശ രോഗങ്ങൾക്ക് പൾമനോളജി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ജഗദീഷ് രാജ് ചൊവ്വ, ശനി ദിവസങ്ങളിൽ രാവിലെ 9 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. ബുക്കിംഗിനായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, ഡിജിറ്റൽ എക്സ്റേ, ലബോറട്ടറി ആൻഡ് ECG, സുവർണ ബസാർ, മാർക്കറ്റ് റോഡ്, മണ്ണുത്തി. ഫോൺ 0487-237-2374, മൊബൈൽ 790227-2374. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ, പ്രണയ നൈരാശ്യം? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. സജയ് ഫാബ്രിക്സ്, മൂർക്കനിക്കര. വസ്ത്രലോകം നിങ്ങളുടെ മനസ്സിനൊപ്പം. നിങ്ങളുടെ പരിപൂർണ സംതൃപ്തിക്കായി എല്ലാത്തരം വസ്ത്രങ്ങളുടെയും കൂടുതൽ കളക്ഷൻ. പുത്തൻ ട്രെൻഡുകളുമായി ഓണക്കാലം വരവേൽക്കാൻ സജി ഫാബ്രിക്സ് ഒരുങ്ങിക്കഴിഞ്ഞു. കുട്ടികൾക്കും സ്ത്രീകൾക്കും പ്രത്യേക വിഭാഗങ്ങൾ. ബോയ്സിനായി മെൻസ് ക്ലബ്,
സജി ഫാബ്രിക്സ് മൂർക്കനിക്കര. The complete dress world. Phone 7306743585. വീണ്ടും വാർത്തയിലേക്ക്. മാടിക്കത്തറ പഞ്ചായത്തിൽ 9-ാം വാർഡിൽ BJP പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പൈനാപ്പിൾ ഗേറ്റ് മുതൽ കുറ്റിക്കാട് വരെയുള്ള റോഡിന്റെ ഇരുവശത്തും പുല്ലുകൾ വെട്ടി. നിരന്തരമായ അപകടമുണ്ടായിട്ടും വാർഡ് മെമ്പർ ഒരു തുടർ നടപടിയും എടുക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് BJP ഇങ്ങനെ ഒരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. ഏരിയ പ്രസിഡന്റ് ലിജീഷ്, മണ്ഡലം സെക്രട്ടറി അരുൺ, ഏരിയ സെക്രട്ടറി സുനിൽ, മണ്ഡലം OBC മോർച്ച പ്രസിഡന്റ് സുമേഷ്, കമ്മിറ്റി അംഗങ്ങളായ സുരേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. നമ്മുടെ ഈ 19-ാം ബൂത്തിൽ വരുന്ന പൈനാപ്പിള് മാങ്ങോട് മേഖലയിൽ നിരന്തരമായിട്ട് അപകടങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു മേഖലയാണിത്. ഇവിടെ ഈ തൊട്ടടുത്ത ദിവസം തന്നെ ഒരു 3 അപകടം തുടർച്ചയായി ഉണ്ടായി. അതിൻ്റെ ഫലമായി നമ്മൾ ഇവിടുത്തെ മെമ്പറെ അറിയിക്കുകയും ഇവിടുത്തെ ജനങ്ങൾ മെമ്പറെ അറിയിക്കുകയും മെമ്പർ ഭാഗത്തു നിന്ന് ഒരു രീതിയിലുള്ള പ്രവർത്തനവും ഇതിനെതിരായിട്ട് ഉണ്ടായിട്ടില്ല. അപ്പോൾ അവർ വളരെയധികം സങ്കടകരമായിട്ടാണ് നമ്മളോട് വന്ന് ഈ കാര്യം പറഞ്ഞത്. ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ അപ്പം തന്നെ ഇതിനു വേണ്ട പരിഹാരം കാണുകയും അതിൻ്റെ ഫലമായി തന്നെ നമ്മൾ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ ഭാര്യയുമായ രമ്യേച്ചിയോട് കാര്യം പറയുകയും രമ്യേച്ചി ഇന്ന് രാവിലെ തന്നെ ഈ ഉത്രാടം ദിനത്തിൽ തന്നെ വന്ന്, നമ്മൾക്കറിയാം ഇവിടെ ഓരോ വീട്ടിലും പ്രധാനപ്പെട്ട ദിവസമാണ് ഉത്രാടം. എന്നാലും ഈ അവസ്ഥ ആള് പരിഗണിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി ആള് വൃത്തിയാക്കാൻ വന്നു. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ പ്രവർത്തകരും ഇവിടെ എത്തി ഇതിന് ഊർജിതമായി നല്ലൊരു ഉത്രാടം ദിനത്തിൽ നല്ലൊരു പ്രവർത്തനം കാഴ്ചവെക്കുകയും ചെയ്തു. ഓണാഘോഷങ്ങൾക്ക് മാറ്റുപകരുവാൻ കുമ്മാട്ടി മഹോത്സവത്തിന് ഒരുങ്ങുകയാണ് ഒല്ലൂർ എടക്കുന്നി ആരുക്കുളങ്ങര ബാലസമാജം. മഹാബലിയും ശ്രീകൃഷ്ണനും ഉൾപ്പെടെ 11 വേഷങ്ങളോടെയാണ് ഇക്കുറി കുമ്മാട്ടിക്കൂട്ടം രംഗത്തിറങ്ങുന്നത്. തൃശൂരിന്റെ ആഘോഷങ്ങളിൽ പുലിക്കളി പോലെ പ്രാധാന്യമുള്ള കുമ്മാട്ടി എന്ന ഈ കലാരൂപം ഗ്രാമവീഥികൾ തോറും ചുറ്റിയാണ് അരങ്ങേറുക. ദേഹത്ത് ചുറ്റി വരിഞ്ഞ പുല്ലും മരത്തിൽ തീർത്ത മുഖം മൂടിയും ധരിച്ച് ഓണവില്ലിനൊപ്പമുള്ള പാട്ടുമായി ചുവടുവെക്കുന്ന കുമ്മാട്ടികൾ മലയാള നാടിന്റെ കഴിഞ്ഞകാല ഓർമ്മകളെ പൊടിതട്ടി ഉണർത്തുന്നവയാണ്. താളമേള നാദലയങ്ങളോടെ മുഖരിതമാകുന്ന ഓണക്കാഴ്ചകളിൽ എന്നും ആദ്യ സ്ഥാനങ്ങളിൽ ഇടം നേടുന്ന കുമ്മാട്ടിയുടെ ഒരുക്കങ്ങൾക്ക് പണിപ്പുരയിലും തകൃതിയായി തുടക്കം കുറിച്ചിട്ടുണ്ട്. സെപ്റ്റംബർ 17 വൈകിട്ട് 3:30 ആരുക്കുളങ്ങര ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ നിന്ന് ആരംഭിച്ച് വൈകിട്ട് 6:30 ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് നടയിൽ അവസാനിക്കുന്ന രീതിയിലാണ് കുമ്മാട്ടി നടക്കുന്നത്. ടാബ്ലോ, നാസിക് ദോൾ തുടങ്ങിയവ കുമ്മാട്ടിക്ക് അകമ്പടിയാകും. നമ്മൾ ഇതിൽ മെയിനായിട്ട് കൂടെ ഇതിൻ്റെ ഒപ്പം വാദ്യം എന്ന് പറയുന്നത് നാസിക്കാണ്. അത് കഴിഞ്ഞ വട്ടം നമ്മൾ നാസിക്കിനെ ഇറക്കിയത് ഇരിഞ്ഞാലോടെയുള്ളൊരു നല്ലൊരു ടീമാണ്. അതും കൂട്ടുകാരും മറ്റുള്ള കുട്ടികളൊക്കെ ആയിട്ടുള്ള ഒരു ടീം തന്നെയാണ്. അതായത് എൻഗായ്സ് എന്നുള്ള പേരിലൊരു ടീമാണ് നമ്മൾ ഇറക്കിയിട്ടുള്ളത്. അതുപോലെ നമ്മൾ ചകിരി മറ്റുള്ള വേഷങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മൾ ഈ ചുറ്റുവട്ടത്തുള്ള എല്ലാവരും സഹകരിച്ചിട്ടുള്ള തന്നെയാണ്. അപ്പോൾ ഊരത്തെ ചേട്ടന്മാരാണ് നമുക്ക് മെയിനായിട്ട് മുഖങ്ങൾക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് തന്നിട്ടുള്ളത്. നമ്മൾ സ്വന്തമായിട്ട് മുഖമില്ല, അടുത്ത വർഷം തൊട്ട് നമ്മൾ സ്വന്തമായിട്ട് ഒരു മുഖമെങ്കിലും ചെയ്യാനുള്ളൊരു കാര്യങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മെയ് വഴക്കത്തിന്റെ കരുത്തും കാട്ടി പൂമലയിൽ കരാട്ടേക്കാരുടെ ഓണാഘോഷം. വടംവലി, ഉറിയടി, സ്പൂൺ റേസ്, കസേരക്കളി, ബിസ്ക്കറ്റ് പൊട്ടിക്കൽ തുടങ്ങി ആഘോഷമേളമായിരുന്നു പൂമല പുളിയൻമാക്കാൻ ഷോട്ടോക്കാരൻ കരാട്ടെ അക്കാദമിയിൽ. ഓണപ്പൂക്കളമൊരുക്കി ഓണപ്പാട്ടുകളും കളികളുമായി കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെയുള്ളവർ ആഘോഷം തങ്ങളുടേതാക്കി മാറ്റി. ഓണസദ്യയും ഒരുക്കിയിരുന്നു. കരാട്ടെ അധ്യാപകരായ ജിജോ കുര്യൻ, ജോജോ കുര്യൻ, AM റഷീദ്, KM ബിനീഷ്, PA ഷെരീഫ്, KV ദേവിക, ദേവപ്രിയ, ജാൻവി കുര്യൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. തൃശൂർ കോർപ്പറേഷനിലെ 22-ാം ഡിവിഷൻ ചേലക്കോട്ടുകര ജംഗ്ഷനിൽ സ്ഥാപിച്ച ഹൈമാസ്റ്റ് ലൈറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം മേയർ MK വർഗീസ് നിർവഹിച്ചു. കൗൺസിലർ ശ്രീമതി മേഴ്സി അജി അധ്യക്ഷത വഹിച്ച് സംസാരിച്ചു. കമ്മിറ്റി അംഗം CR ആൻഡോസ് സദസ്സിനെ സ്വാഗതം ആശംസിച്ചു. തൃശൂർ കോർപ്പറേഷൻ കൗൺസിൽ നിരവധി ക്ഷേമ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി വരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം കുടിവെള്ളവും വെളിച്ചവും ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ്.
കൗൺസിലറുടെ ഈ ആവശ്യം അംഗീകരിച്ച് നടപ്പിലാക്കുകയാണ് ഉണ്ടായതെന്ന് ഉദ്ഘാടന വേളയിൽ മേയർ പ്രസംഗിച്ചു. ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിക്കുവാൻ സ്ഥലം വിട്ടുകൊടുത്ത CV ജോസിനെ ചടങ്ങിൽ മേയർ പൊന്നാടയണിയിച്ച് അനുമോദിച്ചു. വളർക്കാവ് ഡിവിഷൻ കൗൺസിലർ ശ്രീ സുനിൽ രാജ് EV, ഡിവിഷൻ പ്രസിഡന്റ് മോഹൻ ഇമ്മട്ടി, ബിജു എടക്കളത്തൂർ, അഡ്വക്കേറ്റ് ഡോക്ടർ KJ കുഞ്ഞിപ്പാലു, ജേക്കബ് ചിറയത്ത് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. അജി ആന്റണി കൃതജ്ഞത രേഖപ്പെടുത്തി. സനു അജി, അഭിലാഷ്, ആന്റണി, ദീപു, വിനോദ്, സെബി ഇരമ്പൻ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. പുത്തൂർ പഞ്ചായത്ത് 6ാം വാർഡ് വെള്ളക്കാരിത്തടം ന്യൂ ബ്രദേഴ്സ് ലൈബ്രറി കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ നിർവഹിച്ചു. വെള്ളക്കാരിത്തടത്ത് സംഘടിപ്പിച്ച പരിപാടിയിൽ പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ PS സജിത്, വാർഡ് മെമ്പർ ഷാജി വാരപ്പെട്ടിയിൽ, സുജാത ബേബി, നിർമ്മിതി കേന്ദ്രം എഞ്ചിനീയർ AM സതീദേവി, ലൈബ്രറി കൗൺസിൽ അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലും വികസന മുന്നേറ്റമാണ് നടക്കുന്നതെന്നും മാന്നാമംഗലം ഫോറസ്റ്റ് ഓഫീസിനോട് ചേർന്ന് സാംസ്കാരിക സമുച്ചയത്തിന്റെ നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്നും 3 സിനിമാ തിയേറ്റർ അടക്കമുള്ള സംവിധാനം സമുച്ചയത്തിലുണ്ടാകുമെന്നും 2024 തന്നെ നിർമ്മാണം ആരംഭിക്കുമെന്നും മന്ത്രി K രാജൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. നിർമ്മിതി കേന്ദ്രം എന്നുള്ളതുകൊണ്ട് അവർക്കറിയാൻ വേണ്ടി കൃത്യമായി ഞാൻ കണക്ക് കൂട്ടുവന്നു. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, ഇപ്പോൾ പറഞ്ഞത് ഫെബ്രുവരിയാണ്. ഫെബ്രുവരി മാസത്തിൽ തന്നെ വെള്ളക്കാരിത്തടത്തെ ഈ ലൈബ്രറി ഉദ്ഘാടനം ചെയ്ത് നമുക്ക് അവിടെ വായിക്കാനിരിക്കാം എന്നെല്ലാവരോടും സന്തോഷപൂർവ്വം അറിയിച്ചുകൊണ്ട് ഔപചാരികമായി ഇതിന്റെ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചായി അറിയിച്ച് അതിന്റെ വാക്കുകൾ അവസാനിക്കുന്നു. തിരിച്ചെത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ 26-ൽ പരം വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാൻ ഏറ്റവും വലിയ ആഭരണ കളക്ഷൻ. വർഷങ്ങളായി പ്രവർത്തിച്ച് ജനവിശ്വാസം ആർജിച്ച പാരമ്പര്യം. ജനങ്ങളുടെ സൗകര്യാർത്ഥം മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം മണ്ണുത്തി. അവർ സിസ്റ്റർ കൺസേൺ സണ്ണീസ് ജ്വല്ലറി, പോസ്റ്റ് ഓഫീസിനു സമീപം മണ്ണുത്തി. നിങ്ങൾക്ക് ഡയബറ്റീസ് ഉണ്ടോ? ഡയബറ്റീസ് കണ്ണിന്റെ ഞരമ്പുകളെ ദുർബലപ്പെടുത്തി കാഴ്ച നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്. കണ്ണിന്റെ ഞരമ്പുകളെ സംരക്ഷിക്കുന്ന നൂതന ചികിത്സയുമായി അമൃത കണ്ണാശുപത്രി മണ്ണുത്തി. കണ്ണോപ്പറേഷൻ ഇനി മണ്ണുത്തിയിൽ. 30 വർഷത്തെ സേവന പാരമ്പര്യവുമായി ഡോക്ടർ ആശ അമൃത കണ്ണാശുപത്രി മണ്ണുത്തി. നൂതന ഫ്രെയിമുകളും കോൺടാക്ട് ലെൻസുകളും ഇവിടെ ലഭ്യമാണ്. കൂടാതെ എല്ലാ ഇൻഷുറൻസ് പരിരക്ഷകളും ചികിത്സകളും ഇവിടെ ലഭിക്കുന്നു. അമൃത കണ്ണാശുപത്രി മണ്ണുത്തി ആൻഡ് വടക്കുംചേരി. ഫോൺ 0487237485. മൊബൈൽ 9061858682. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം. ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. പൊന്നിന്നൂലിൽ ചേരും നേരം ഇന്നും കണ്ണിൽ മിന്നും നീയും കാലം നമ്മിൽ ഒന്നായി മാറി ഓരോ നാളും നീ എൻ സ്വന്തം. SRK Gold and Diamonds, കാളത്തോട്, തൃശൂർ. Making every celebration sparkle. വീണ്ടും വാർത്തയിലേക്ക്. 2024 വർഷത്തെ നെട്ടിശ്ശേരി ദേശക്കുമ്മാട്ടിയോട് അനുബന്ധിച്ച് കുമ്മാട്ടിക്കളിയുടെ അവിഭാജ്യ ഘടകമായ കുമ്മാട്ടിപ്പുല്ല് വൃന്ദാവൻ നെട്ടിശ്ശേരി വെച്ചുപിടിപ്പിക്കുകയും ചെയ്തു. ഉത്രാടം ദിന രാവിലെ കുമ്മാട്ടിപ്പാട്ടോടെ റിട്ടയർഡ് സുബേദാർ മേജർ ശ്രീ ഉണ്ണികൃഷ്ണൻ കുറുപ്പത്ത് അവറുകൾ പുല്ല് പറിച്ച് നെട്ടിശ്ശേരി ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് ശ്രീ മോഹനൻ അവറുകൾക്ക് കൈമാറിക്കൊണ്ടുള്ള ചടങ്ങ് നിർവഹിച്ചു. പ്രസ്തുത ചടങ്ങിൽ വൃന്ദാവൻ പ്രസിഡന്റ് ശ്രീ വൈശാഖ് അധ്യക്ഷത വഹിച്ചു. കൂടാതെ മറ്റ് ക്ലബ് അംഗങ്ങളും
മുൻ ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങളും നല്ലവരായ ദേശക്കാരും പങ്കെടുത്തു. ഉത്രാട ദിനത്തിൽ പുത്തൂർ എരവിമംഗലം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ വനിതാ സംഘത്തിന്റെ നേതൃത്വത്തിൽ പൂക്കളമൊരുക്കി. വനിതാ സംഘം പ്രസിഡന്റ് സിന്ധു വിജയകുമാർ, സെക്രട്ടറി ഉഷ ശങ്കരൻകുട്ടി, മറ്റ് വനിതാ മെമ്പർമാർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പൂക്കളമൊരുക്കിയത്. ക്ഷേത്ര നടപ്പുരയിൽ 7 കിലോയോളം പൂക്കൾ ഉപയോഗിച്ചാണ് മനോഹരമായ വലിയ പൂക്കളം ഒരുക്കിയത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഗൃഹാതുര സ്മരണകൾ ഉണർത്തി വീണ്ടും ഒരു തിരുവോണം. പുത്തൂർ പഞ്ചായത്തിലെ 2 പേരുടെ ജീവൻ രക്ഷിക്കുവാൻ സ്വകാര്യ ബസ്സുകൾ നടത്തിയ കാരുണ്യയാത്രയിൽ സ്വരൂപിച്ച പണം മന്ത്രി കെ രാജുവിന് കൈമാറി. മലയാളികളും കേരളവും ഓണം ആഘോഷിക്കുമ്പോൾ വിരിപ്പാക സ്പിന്നിംഗ് മിൽ തൊഴിലാളികൾ പട്ടിണിയിൽ തന്നെ. CPM അഖിലേന്ത്യാ സെക്രട്ടറിയായിരുന്ന സീതാറാം യെച്ചൂരിയുടെ അനുസ്മരണ യോഗം EMS സ്ക്വയറിൽ നടന്നു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.